അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ഒരായത്താണ്. നമ്മൾ അൽ കഹ്ഫിൽ നിന്ന് എപ്പോഴും അൽ കഹ്ഫിൽ ഓതുന്ന വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ എന്ന ആയത്ത് തങ്ങളേറെ സന്തോഷം കൊണ്ടൊരു ആയത്താണ്. ആ ആയത്തിറങ്ങാനുള്ള കാരണം മദീനത്ത് തങ്ങൾ സുഫത്തിന്റെ ആൾക്കാരെ കൂടെ മുത്തല്ലിമീങ്ങളെ കൂടെ അവർക്ക് ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ട് തങ്ങൾ ഇരിക്കുമ്പോൾ മക്കയിൽ നിന്ന് കുറെ ഗോത്രത്തലവന്മാർ വന്നു തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ചർച്ച ചെയ്യാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാമിലേക്ക് വരാൻ. പക്ഷെ അവര് പറഞ്ഞു ഇവരെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ചർച്ചക്ക് ഞങ്ങളില്ല, ഇവരൊന്ന് മാറ്റി നിർത്തണം. ആരെ? അസ്ഹാബു സുഫത്തിന്. തിണ്ണയിലിരുന്ന്, ഇന്നും മദീനത്തെ പള്ളിയിൽ ആ തിണ്ണ കാണാം, അവിടെ ഇരുന്ന് ഹദീസ് പഠിക്കുന്ന, തഫ്സീർ പഠിക്കുന്ന, പൂർവികര ചരിത്രം പഠിക്കുന്ന, ഹുക്മുകളൊക്കെ പഠിക്കുന്ന സ്വഹാബത്ത്, അവരിൽ മിക്ക ആളുകളും മിസ്കിന്മാരാണ്, ഫഖീറുമാരാണ്. നമ്മൾ ഈ ധരിച്ച പൂർണ്ണ വസ്ത്രം ധരിച്ച ആളുകൾ വളരെ അപൂർവമാണ്. ഒരു അരഉടുപ്പുണ്ടാകും, ഒരു തുണി, ആ തുണിന്റെ രണ്ട് തലങ്ങനെ മേലോട്ട് രണ്ട് ഭാഗത്താക്കി ഇങ്ങനെ കെട്ടും, ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കാക്കി. ചില ആളുകൾക്ക് മാത്രം ഒരു തുണിയും ഒരു തട്ടും ഉണ്ടാകും. രണ്ടും കൂടി ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. മിക്ക ആളുകൾക്കും ഒരു തുണി മാത്രമേ ഉള്ളൂ. എന്നാൽ അവർത്ത് ഒളിവാകുന്നില്ല. അങ്ങനെ ഇരുന്ന് പരിമിതമായ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുന്ന ഈ സ്വഹാബത്ത്, ഇവരെ മാറ്റി നിർത്തണം, ഇവരെ കൂടെ നമുക്ക് ചർച്ച ശരിയാകൂല. അല്ലെങ്കിൽ തങ്ങളൊന്ന് അവരിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഫ്രീ ആയിട്ട് വേറെ ചർച്ച. അപ്പൊ തങ്ങളെ മനസ്സിലുള്ള മോഹം, ആര് വന്ന് വിളിച്ചാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലെ മോഹം എന്താ? അവർക്ക് ഹിദായത്തിലേക്ക് വന്നാൽ വലിയ വലിയ ഗോത്രത്തലവന്മാരാണ്, ആ കുടുംബം മൊത്തം ഇസ്ലാമിലേക്ക് വരൂലേ. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ ഒരു കാരണമാകൂലേ എന്ന നിലക്ക് അവരോട് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവർ സ്വഹാബത്ത് തങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കൂ. തങ്ങളൊന്ന് മനസ്സിലിങ്ങനെ ഇവരോട് കൂടെ ഒരു ചർച്ച ഉദ്ദേശിച്ചപ്പോഴേക്ക് അല്ലാഹു തആല പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹഹു. ഈ സ്വഹാബത്തിനെ വിട്ട് എവിടേക്കും പോകാൻ പറ്റില്ല. വസ്ബിർ നഫ്സക, തങ്ങളുടെ ശരീരത്തെ തങ്ങൾ പിടിച്ചിരുത്തണം, പോകാൻ പറ്റൂല. കൂടെ ഇരുന്നിട്ട് ചർച്ചക്കുണ്ടോ? റെഡി. ഇവരിവിടെ ഉള്ളത് കൊണ്ട് തങ്ങൾ മാറിയിട്ട് വേറെ സ്ഥലത്ത് ചർച്ച, അത് പറ്റൂല. ഇവരവിടെ നിന്ന് മാറ്റിയിട്ട് ഈ വന്ന ആൾക്കാർ ഇരുത്തിയിട്ട് അതും പറ്റൂല. എങ്ങനെണ്ടാ സമ്പർക്കം? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ. രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അർത്ഥം 24 മണിക്കൂറും. അത് ഖുർആന്റെ ഒരു ഭാഷയാണ്. അല്ല രാവിലെയും വൈകുന്നേരം മാത്രം അല്ലാഹു തആലക്ക് പ്രാർത്ഥിക്കാന്നല്ല, 24 മണിക്കൂർ എന്നാണ്. സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വലഹും റിസ്ഖുഹും ഫിഹാ ബുക്റത്തൻ വഅശിയ്യ. 2 നേരം സ്വർഗത്തിലെ ഭക്ഷണമൊന്നും കരുതരുത് കേട്ടോ, 2 സമയങ്ങൾ കൂടി ഒരുമിച്ച് കൂട്ടി പറഞ്ഞാണ്. അങ്ങനെ ബേജാറാണ്ട, 24 മണിക്കൂറുണ്ട്. അതങ്ങനെ ഒരു ശൈലിയാണ്. അപ്പൊ 24 മണിക്കൂറും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീന് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് ഹിഫ്ളാക്കുക, അത് ചോദിച്ചു പഠിക്കുക, വീണ്ടും വീണ്ടും സംശയങ്ങൾ തീർക്കുക, നിസ്കരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ജീവിതം അങ്ങോട്ട് ക്രമീകരിച്ച ഈ മഹത്തുക്കളെ കൂടെ ഇരിക്കണം നിങ്ങൾ. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ഒരിക്കലും ഇവരിൽ നിന്ന് തങ്ങളുടെ ദൃഷ്ടി തങ്ങൾ തെറ്റിക്കരുത്. തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട്. ഇവര് വലിയ വലിയ കുബേരന്മാരാണ്, കുചേരന്മാരാണ്, മക്കയിലെ പ്രമാണിമാരാണ്, ഗോത്രത്തലവന്മാരാണ്. ആരായിക്കോട്ടെ, അവരുടെ ഭൗതികമായ മാനങ്ങൾ ലക്ഷ്യം വെച്ച് ഇവരിൽ നിന്ന് നോട്ടം തെറ്റിച്ച് ഇവരിൽ നിന്ന് വിട്ടകന്ന് അവരോടൊപ്പം ഒരു ചർച്ച, അത് വേണ്ട നബിയേ. ഇവരെ കൂടെ തന്നെ തങ്ങൾ ഇരുന്നോളൂ. പഠിക്കാൻ ഉദ്ദേശമുള്ളവർ അങ്ങോട്ട് വരട്ടെ, കൂടെ ഇരുന്ന് ചോദിക്കട്ടെ, പഠിക്കട്ടെ, ഇസ്ലാമിനെ ഉൾക്കൊള്ളട്ടെ. ഇവരെ മാറ്റി നിർത്തിയിട്ടോ ഇവരിൽ നിന്ന് തങ്ങൾ മാറിപ്പോയിട്ടോ ഒരു ചർച്ച വേണ്ട. ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. എത്ര കാലമാണെങ്കിലും കൂടെ ഇരിക്കാൻ പറ്റിയ ഒരു കൂട്ടത്തെ എന്റെ ഉമ്മത്തിൽ നിന്ന് നീ എനിക്ക് കാണിച്ചു തന്നല്ലോ. എന്താ അല്ലാഹു തആല പറഞ്ഞത്? കൂടെ ഇരുന്ന് എത്ര സമയം ചെലവഴിക്കുകയാണെങ്കിലും ഇവരെ കൂടെ ചെലവഴിക്കണം. ആരെ? ഈ തിണ്ണയിലിരുന്ന് ഇൽമു പഠിക്കുന്ന, ഇൽമു പകർന്നു കൊടുക്കുന്ന ഈ മഹത്തുക്കളെ കൂടെ. വലിയൊരു മഹത്തുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടില് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ മഗ്‌രിബിന് പള്ളിയിലെത്തിയാൽ
പള്ളിയിലെ ഉസ്താദ് ഒരു കിതാബ് ഇങ്ങനെ ഓതി കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് നാട്ടും പുറത്തുനിന്ന് ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്കാരായ കർഷകരും മറ്റോ ആൾക്കാർ അപ്പുറത്തിരുന്നിട്ട് ഓരോ കൂട്ടത്തിലൊന്ന് ഇൽമു കേൾക്കും. അതൊന്നൊന്നരല്ല, പണ്ട് മദീനത്ത് വരെയുള്ള സ്വഭാവമാണത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന ദർസ്, ചിലർക്ക് പണി ഉച്ച വരെ ആകുമ്പോൾ ഉച്ചക്ക് ശേഷം വരും, ചിലർക്ക് ഉച്ചന്റെ ശേഷമായിരിക്കും പണി, അവർ രാവിലെ വരും, ചിലർക്ക് ടൈം ഓവർ ഉണ്ടാവും അപ്പോൾ രാത്രി വരും. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തായാലും ലക്ഷ്യം എന്നറിയോ, ഈ പഠിക്കുന്ന മഹാന്മാരുടെ കൂടെ കുറച്ചെങ്കിലും ഒരു ടൈം, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂറാണ്, 2 ലാഭമുണ്ട്. ഇൽമും കിട്ടി, അവരെ കൂട്ടത്തിൽ ഇരുന്നു എന്നുള്ള മഹത്വം കിട്ടി. അവരെ കൂടെ ഇരുന്ന് ഇൽമു പഠിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരെ കൂടെ ഇരുന്നത്, അതുകൊണ്ട് വലിയ ലാഭം കിട്ടി. കണ്ടില്ലേ നിങ്ങൾ തങ്ങൾ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. കൂടെ ഇരുന്നിട്ട് മഹത്വം കിട്ടാനുള്ള ആൾക്കാരെ എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെ എനിക്ക് നീ കാണിച്ചു തന്നല്ലോ. അത് ഈ സ്വഹാബത്താണ്, ഈ മുതഅല്ലിമീങ്ങളാണ്, സുഫത്തിൽ തിണ്ണയിലിരുന്ന് പഠിക്കുന്ന സ്വഹാബത്ത്. അവരെ കൂടെ ഇരിക്കാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ കൽപ്പന. ആ വന്ന ആൾക്കാർ എത്ര തലവന്മാരാണെങ്കിലും നേതാക്കളാണെങ്കിലും ഇവരെ മാറ്റി നിർത്തിയിട്ടോ ഇവരിൽ നിന്ന് മാറിപ്പോയിട്ടോ ഒരു ചർച്ച വേണ്ട. സ്വന്തം താല്പര്യങ്ങളോട് പിൻപറ്റി നടക്കുന്ന, നമ്മുടെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാത്ത ആളുകൾക്ക് തങ്ങൾ വഴിപ്പെട്ട് കൊടുക്കരുത്, വിധേയപ്പെട്ട് കൊടുക്കരുത്. അവര് ഞാനിപ്പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ, ഉൾക്കൊള്ളുകയാണെങ്കിൽ ഉൾക്കൊള്ളട്ടെ. ആ രൂപത്തിൽ അല്ലാഹു തആല കർശനമായിട്ട് ഈ വിഷയം പറഞ്ഞെങ്കിൽ നമ്മൾ ചേരേണ്ടത്, നമ്മളെപ്പോഴും കൂട്ടുകൂടേണ്ടത് നല്ല സ്വഭാവക്കാരോടാണ്.